വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂനിപ്പൊടി തോരൻ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഞാൻ ഇന്നിവിടെ വാങ്ങിച്ചിട്ടുള്ളത് 2 പങ്ക് കൂനിപ്പൊടിയാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ കൂനിപ്പൊടി എന്നാണ് പറയുക. ആള് നിസാരക്കാരനല്ല. വേണമെന്ന് വിചാരിച്ചാൽ കപ്പലിനെ വരെ മറിച്ചു തള്ളിയിടാനായിട്ട് ഇവർക്ക് സാധിക്കും. ഈ സംഭവം പണ്ടാരോ പറഞ്ഞു കേട്ടതാണ്. കൂനിപ്പൊടി എന്ന് വെച്ചാൽ കൊഞ്ചിന്റെ ചെറിയ കുഞ്ഞുങ്ങളാണ്. എല്ലാ കൂനിപ്പൊടിയും കൂടെ ഒരു മല പോലെ രൂപപ്പെട്ട് കപ്പലിന്റെ ഒരു സൈഡിനെ പൊക്കിയെടുത്ത് മറിക്കുകയാണ് ചെയ്യുക. ഇതിനെ വൃത്തിയാക്കുമ്പോൾ 4-5 തവണ നല്ലോണം വെള്ളത്തിൽ കഴുകേണ്ട ആവശ്യമുണ്ട്. കാരണം മണലിന്റെ സാന്നിധ്യം വളരെ കൂടുതലാണ് കൂനിപ്പൊടിയിൽ. കൂനിപ്പൊടി വൃത്തിയാക്കാനായി എളുപ്പത്തിന് ഇതുപോലുള്ള അരിപ്പയിൽ കൂനിപ്പൊടി എടുത്ത ശേഷം മുകളിൽ കൂടെ വെള്ളം ഒഴിച്ചാലും മതിയാകും. മണലിനെ മാറ്റാനായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 5 തവണയെങ്കിലും ഈ കൂനിപ്പൊടി കഴുകാനായിട്ട് ശ്രദ്ധിക്കണം. താഴത്തെ വെള്ളം തെളിച്ച് നോക്കുമ്പോൾ ഒത്തിരി മണൽത്തരികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂനിപ്പൊടി കഴിക്കുമ്പോൾ ഏറ്റവും അരോചകമായിട്ട് തോന്നുന്നതും ഈ മണൽത്തരി തന്നെയാണ്. അതുകൊണ്ട് നിർബന്ധമായി ഇവയെ ഒഴിവാക്കണം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായ ഉടനെ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടുമ്പോഴേക്കും കറിവേപ്പില ചേർക്കാം. പുറകെ 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ചെറുതായി തന്നെ സവാള അരിയാൻ ശ്രദ്ധിക്കുക. എന്നാലേ ഈ ഡിഷിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴണ്ട് വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ചെറിയൊരു തണ്ട് ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളിയുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂനിപ്പൊടി ചേർക്കാം. മഞ്ഞപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ ഒരു ഘട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തേക്കണം. അടച്ചു വച്ച് 10 മിനിറ്റ് വേവിക്കാം. ചെറുതീയിൽ വേണം വേവിക്കാനായിട്ട്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. തോരന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. 2 പിടി ചെറിയ തേങ്ങയ്ക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 4 അല്ലി വെളുത്തുള്ളി എന്നിവ ചതച്ചെടുക്കാം. വെന്ത് വന്ന കൂനിപ്പൊടിയിലേക്ക് ഇത് ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. സ്വാദിഷ്ടമായ കൂനിപ്പൊടി തോരൻ റെഡിയായി കഴിഞ്ഞു. ചൂടോടെ സർവ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. കൂനിപ്പൊടി ഒരു സീസണൽ ഫുഡ് ആയതുകൊണ്ട് എല്ലാ കാലത്തും അവൈലബിൾ ആയിരിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ.